നൽകും, രോഗസൗഖ്യം നൽകും, ജീവൻ നൽകും. കഫർനാം 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 കഫർനാം. പരിശുദ്ധമ്മ ജനനത്താൽ തന്നെ പാപരഹിതയായിരുന്നു. ഉത്ഭവ പാപം പോലും അവളിൽ നിന്ന് ദൈവം നീക്കിവെച്ചിട്ടാണ്, മാറ്റിവെച്ചിട്ടാണ് അവൾക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയതെന്നുള്ള വിശ്വാസ സത്യം ഏറ്റുപറയുന്ന തിരുനാളാണ് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ ഉണ്ടായിരുന്നൊരു വിശ്വാസമായിരുന്നു. പിന്നീട് കാലാകാലങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയും 6, 7 നൂറ്റാണ്ടുകളിലെ പൗരസ്ത്യ സഭകളിലും 9-ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ സഭയിലും വീണ്ടും ഉയർന്നു വന്ന വിശ്വാസത്യമാണ് ഈ അമലോത്ഭവം എന്ന് പറയുന്നത്. പിന്നീട് 1854 9-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഔദ്യോഗികമായി പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള വിശ്വാസത്യമായിട്ട് ഇത് പ്രഖ്യാപിക്കുന്നത്. പരിശുദ്ധ അമ്മ അമല ഉത്ഭവയാണ്. മാലിന്യമില്ലാതെ ഉത്ഭവം നേടിയവളാണ്, ജനിച്ചവളാണ് എന്നുള്ള വിശ്വാസത്യം. എൻ്റെ പേര് ഡൈജോ എന്നാണ്. എൻ്റെ മാമുദീസ പേര് ജോസഫ് എന്നാണ്. ഇതിപ്പോൾ ഈ കാർഡ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഇത് സെൻറ്റ് ജോസഫ് ഫ്രൈഡേ ആണ്. എനിക്ക് ഒരു ചെറിയ സങ്കടമുള്ള കാര്യം, ഈ നമ്മുടെ മാതാവിന് കുറേ പെരുന്നാളുകളുണ്ട്. ഔസേപ്പിതാവിന് ആകെ എത്ര പെരുന്നാളുണ്ട്? ഒരെണ്ണല്ല, 2 ഉണ്ട്. 2 തിരുനാളേ ഉള്ളൂ. മാതാവിന് ഒട്ടുമിക്ക മാസം 1, 2 വെച്ചിട്ട് തിരുനാളുണ്ട്. ഔസേപ്പിതാവിന് പാവം വർഷത്തിൽ 2. അത് ഒരെണ്ണം മരണത്തിരുനാളാണ്. ഒരെണ്ണം മരണത്തിരുനാളാണ്. അതും എപ്പോഴാണ്? നോമ്പുകാലത്താണ്. സ്വാഭാവികമായിട്ടത് മാർച്ച് 19 നോമ്പുകാലത്താണ്. പിന്നീട് 2ാമത്തെ തിരുനാൾ മെയ് മാസത്തിലാണ്. അത് തൊഴിലാളി മധ്യസ്ഥനായ ഔസേപ്പിതാവിൻ്റെ തിരുനാളാണ്. ഇതാണ് ഔസേപ്പിതാവിനുള്ള 2 തിരുനാളുകൾ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഔസേപ്പ് എന്തൊരു ഭാഗ്യം കെട്ടവനാണ്. കാരണം പരിശുദ്ധമ്മയെ പോലെ തന്നെ രക്ഷാകര ചരിത്രത്തിലെ, രക്ഷാകര ദൗത്യത്തിലെ ദൈവത്തിനോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. പക്ഷേ പരിശുദ്ധമ്മയോളം സ്ഥാനം ആർക്കില്ല. നമ്മൾ കാണുമ്പോൾ അങ്ങനൊരു സ്ഥാനം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ സങ്കടം, എന്ത് ഔസേപ്പിതാവൻ ഇങ്ങനെ നമ്മൾ പള്ളികൾ വെറുതെ നോക്കിയാൽ നമ്മുടെ ഇടയിലുള്ള ഔസേപ്പിതാവിൻ്റെ പള്ളികൾ എന്തോരമുണ്ട്. മാതാവിന് എന്തോരം പള്ളികളാ. മാതാവിൻ്റെ പല പേരുകളിലാണ് പള്ളികൾ. ഇനി മാതാവിൻ്റെ പ്രത്യക്ഷങ്ങൾ നോക്കി നോക്കിയേ, ഔസേപ്പിതാവിന് എന്തോരം പ്രത്യക്ഷങ്ങളുണ്ട്. എവിടെ നോക്കിയാലും ഔസേപ്പിതാവിൻ്റെ കാര്യം അതോ ഗതി. ഔസേപ്പിതാവിന് കാര്യമായിട്ട് ഒന്നുമില്ല. ഇപ്പം ഞാൻ ചിന്തിച്ചു, ഇതെന്താ അത് ഔസേപ്പിതാവിന് ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തഴയുന്നതാണോ, അറിയാതെ തഴയുന്നതാണോ, ദൈവം ആഗ്രഹിച്ചിട്ട് തഴയുന്നതാണോ? ഇപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ വെറുതെ നോക്കിയപ്പോൾ ഔസേപ്പിതാവിൻ്റെ ജീവിതവും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഔസേപ്പ് എന്ന് പറയുന്ന യുവാവായ മനുഷ്യനെ, യുവാവെന്ന് നമ്മൾ പറയും, പടം വരയ്ക്കുമ്പോൾ 1-ാന്തരം വയസ്സൻ. അദ്ദേഹം നല്ലൊരു യഹൂദനായ യുവാവായിരുന്നു. പക്ഷെ പടം വരയ്ക്കുമ്പോൾ നമ്മളെങ്ങനെ വരയ്ക്കുക? മാതാവ് സുന്ദരിയായി നിൽക്കും, ഔസേപ്പിതാവ് താടി മുടിയും നരച്ച് ആകെ വയസ്സനായ ആണ്. അത് പറഞ്ഞ അവിടെ ഔസേപ്പിതാവിനോട് ആർക്കും എന്തോ. ഞാൻ ഔസേപ്പിതാവിനെ കുറിച്ച് വെറുതെ നോക്കിയപ്പോൾ ഔസേപ്പിതാവിൻ്റെ ജീവിതം, ഒരു പ്രായപൂർത്തിയായ ഒരു യുവാവ് വിവാഹപ്രായമായി. അവൻ്റെ ആഗ്രഹം എന്തായിരിക്കും? വിവാഹപ്രായമാകുമ്പോൾ വിവാഹം കഴിക്കണമെന്നായിരിക്കും ആഗ്രഹം, അല്ലേ? ഒരു നല്ല സുന്ദരിയായ, നല്ല സ്വഭാവമുള്ള ഒരു യുവതിയുമായിട്ട് വിവാഹ നിശ്ചയം നടന്നു. കഴിഞ്ഞപ്പോഴാണ് അറിയണേ, അവള് വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായി കാണപ്പെട്ടു. ഓട്ടോമാറ്റിക്കലി അവളെ ഉപേക്ഷിക്കേണ്ടതാണ്. നമുക്കറിയാം, അതിൻ്റെ ചരിത്രമൊക്കെ അറിയാം. ഔസേപ്പിതാവിൻ്റെ ദുരിതങ്ങൾ ആരംഭിക്കുന്ന അവിടെ നിന്നാണ്.
ഇപ്പുള്ള കാര്യമല്ല, ഇപ്പൊ സംഭവിക്കുന്ന കാര്യമല്ല. ഔസേപ്പിതാവ് തന്റെ ജീവിതത്തിലെ ദൈവം ഇടപെടുന്ന ഈ അവസരം മുതൽ തന്റെ ജീവിതത്തിന്റെ ജീവിച്ച കാലഘട്ടം മുഴുവനും, പിന്നീട് ഇന്ന് നമ്മുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ പോലും അവഗണന മാത്രം ലഭിക്കുന്ന ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. നോക്കിക്കോ, ഔസേപ്പിതാവിനെ ആഗ്രഹിച്ച് മോഹിച്ച് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കാൻ പോയി. അവള് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണ് നമ്മൾ പറയുമെങ്കിലും ആളുകളുടെ മുമ്പിൽ വരുമ്പോ അവള് ഗർഭിണിയാണ്. അപ്പൊ അങ്ങനെ ഒരു നഷ്ടം. രണ്ടാമത് അവന്റെ ആഗ്രഹം, ഇനി കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്തൊരു മകനുണ്ടായി, മകന്റെ പേരിടാൻ ഒരപ്പൻ ആഗ്രഹം ഉണ്ടാവില്ലേ, ഒരപ്പൻ എന്ന നിലയ്ക്ക്. അപ്പൊ ദൂതൻ പറഞ്ഞത് എന്താണ്? അവൻ എന്ത് പേരിടണം എന്നാണ്? ഔസേപ്പിന്റെ വംശപരമ്പരയിൽ ഇല്ലാത്ത ഒരു പേര് അവനെ ഈശോ എന്ന് വിളിക്കണം. സ്വന്തം മകൻ നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല, വളർത്തു മകൻ എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും മകനെ പോലെ വളർത്തുന്ന അവനെ പേരിടാൻ പോലും അവകാശമില്ലാത്ത ഒരു അപ്പനായിരുന്നു. അത് പോട്ടെ, അത് കഴിഞ്ഞു. നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒരു അപ്പന്റെ തൊഴിലാണ് ആര് ചെയ്തിരുന്നത്? മക്കൾ. പരമ്പരാഗതമായ തൊഴിൽ. നമുക്കറിയാം, ഒരാൾ ആശാരി ഉണ്ടെങ്കിൽ മക്കളെല്ലാം ആശാരിമാരാവും. അല്ലെങ്കിൽ ഒരാൾ നമുക്ക് കണക്കെഴുത്തുകാരനെങ്കിൽ മക്കളെല്ലാം. അപ്പൊ പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെ, യഹൂദരുടെ പാരമ്പര്യം അങ്ങനെ തന്നെയാണ്. മക്കൾ എന്താണോ, അല്ല അപ്പൻ എന്താണോ അത് തന്നെ മക്കളും തുടർന്നു പോരും. അപ്പൊ ഇവനും ഈ ഔസേപ്പ് എന്ന യുവാവും വിവാഹത്തിന് ശേഷം മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവന് വളർന്നു വരുന്നപ്പോൾ അവൻ എന്താ പഠിപ്പിച്ചേ? നല്ലൊരു തച്ചിനൊക്കെ നോക്കി. പക്ഷെ അവൻ അപ്പന്റെ മുഖത്തേക്ക് എന്താ പറഞ്ഞേ? ഞാൻ വന്നിരിക്കുന്നത് നിന്റെ കാര്യം നോക്കാനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടെയും അവഗണന. ഔസേപ്പ് പിതാവിന്റെ ജീവിതം മുഴുവൻ ഇത്തരത്തിൽ അവഗണനയാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഔസേപ്പിന്റെ അവഗണന ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ അവഗണന? സ്നേഹമുള്ളവരെ, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് പലതിനെയും അവഗണിക്കലാണ്. ഔസേപ്പ് പിതാവിന്റെ ജീവിതം നോക്കുമ്പോൾ മാനുഷികമായി ചിന്തിച്ചാൽ എല്ലാം പരാജയമാണ്. എന്നാൽ ദൈവത്തിന് മുമ്പിൽ അവന്റെ ജീവിതം എന്തായിരുന്നു? അവന്റെ ജീവിതം ഏറ്റവും വിശുദ്ധമായ ജീവിതമായിരുന്നു, ഏറ്റവും നിർമ്മലമായ ജീവിതമായിരുന്നു, ഏറ്റവും മാതൃകാപരമായ ജീവിതമായിരുന്നു. എന്തുകൊണ്ടാണ്? അവന് മാനുഷികമായി ലഭിച്ച എല്ലാ അവഗണനകളെയും അവൻ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി അവ സമർപ്പിച്ചു എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിശ്വാസം എന്ന് വിളിക്കുന്നത്. നമ്മൾ വെറുതെ വാചകങ്ങളിൽ പഠിക്കുന്ന വാക്കുകളല്ല. ഞാൻ 4 ദൈവവചനം പഠിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പഠിച്ച വചനം ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് വിശ്വാസമില്ല. വിശ്വാസത്തെ ആരംഭിക്കുന്നത് എന്നെ തന്നെ അവഗണിക്കലാണ്. ഞാൻ എന്നെ തന്നെ എവിടെ അവഗണിക്കുന്നു അവിടെ എന്റെ വിശ്വാസം വളരുമെന്നുള്ളതാണ് വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരെയും വിളിക്കുന്നത് എന്താണ്? ക്രൈസ്തവ വിശ്വാസികൾ. വെറും വിശ്വാസികളല്ല, ക്രൈസ്തവ വിശ്വാസികൾ. എന്താണ് ക്രൈസ്തവർ എന്ന് പറയുമ്പോൾ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര്. വെറുതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ല, ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ തിരുസഭയിൽ ജീവിക്കുന്നവർ. ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ തിരുസഭയിൽ ജീവിക്കുന്നവർ. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത ഓരോരുത്തരും ഓരോന്നും പറയുന്നതല്ല. ദൈവം കാലാകാലങ്ങളിൽ വ്യത്യസ്തങ്ങളായ വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ മനുഷ്യകുലത്തിന് നൽകിയ കാര്യങ്ങളെല്ലാം ചേർക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസം അടങ്ങിയിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു വിശ്വാസത്തിന്റെ ആഘോഷമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്, പരിശുദ്ധമ്മയുടെ അമലോത്ഭവം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെയും, ഈ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക എന്ന് ഞാൻ പറയില്ല, പക്ഷെ വിശ്വാസം നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ദൈവം എന്നെ ഉപേക്ഷിച്ചു. ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കിയേ. എനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ദൈവം എന്നിൽ ഇടപെട്ട് തുടങ്ങി എന്ന് നമ്മൾ
തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിലെ എവിടെയെങ്കിലും നഷ്ടങ്ങളും കഷ്ടങ്ങളും എവിടെയെങ്കിലും എൻ്റെ കയ്യിലിരിപ്പോണ്ടാണെങ്കിൽ അത് എൻ്റെ തന്നെയാണ്. ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ കയ്യിലിരിപ്പോണ്ട് ദിവസവും നഷ്ടം വരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാജയം വരുത്തുകയാണെങ്കിൽ അത് എൻ്റെ തന്നെ കുറ്റമാണ്. ദൈവത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. അല്ലാതെ എൻ്റെ പരിശ്രമം മൂലമല്ലാതെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടം വരുത്തുന്നെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും പരാജയത്തെയും, ഇന്നത്തെ ഒരു പുതിയ തലമുറയുടെ, ഞാനടക്കമുള്ള പുതിയ തലമുറയിലെ യുവാക്കളുടെ യുവതികളോടൊക്കെ വലിയ പ്രശ്നം അതാണ്. ഈ പരാജയത്തെ നേരിടാൻ ആർക്കും അറിയില്ല. അതുകൊണ്ടല്ലേ എത്രയോ അറിവ് ബുദ്ധിയുള്ളവർ വരെ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത്? അറിവില്ലാഞ്ഞിട്ടാണോ? ബോധമില്ലാഞ്ഞിട്ടാണോ? അല്ല, പരാജയ ഭീതി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഭയം. സ്നേഹമുള്ളവരെ, ദൈവം ഇടപെടുന്ന മേഖലകളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ദൈവം ഇടപെടുന്ന സമയങ്ങളാണ്. ഒരിക്കലും ദൈവം നമ്മെ വെറുതെ നിരാശരാക്കി വിടുകയില്ല. നമ്മുടെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ചിന്തിച്ചിട്ടുള്ളത്, നമ്മുടെയൊക്കെ ചിന്ത ഈ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ അച്ഛന്മാരുടെ ഞങ്ങളുടെ ധ്യാനഗുരു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ചിന്ത അതായിരുന്നു. നമുക്ക് പലപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതും തീരുമാനമെടുക്കുന്നതും ഒക്കെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പുറകിലേക്ക് ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ കുറച്ച് സമയമേ ഉള്ളൂ. ഒരു 60, 70, 80, 90, 100 പോട്ടെ, 100 വയസ്സ് വർഷം എന്ന് പറയുന്നത് കുറച്ച് സമയമേ ഉള്ളൂ. ആ കുറച്ച് സമയമാണ് നമുക്കുണ്ടായ അപാകതകൾ, നമുക്കുണ്ടായ പരാജയങ്ങൾ, നമുക്കുണ്ടായ വിഷമങ്ങൾ, നമുക്കുണ്ടായ തിരിച്ചടികൾ, ഇതിനെ ആലോചിച്ച് നിരാശരായി കഴിയുന്നത് ഒരടിസ്ഥാനവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ വിശുദ്ധത്തിലേക്ക് നോക്കുക. വിശുദ്ധ ഔസേപ്പിതാവിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഓരോ വിശുദ്ധത്തിലേക്ക് നോക്കുക. നമ്മൾ തിരുനാളുകൾ എന്തോരം ആഘോഷമായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷെ വിശുദ്ധർ കാണിച്ചത് നല്ല മാതൃക പലപ്പോഴും നമ്മുടെ തലയിലേക്കോ നമ്മുടെ മനസ്സിലേക്കോ നമ്മുടെ ആത്മീയ മേഖലയിലേക്കോ പലപ്പോഴും കടക്കുന്നില്ല എന്നുള്ളതാണ്. എന്തിനാ വിശുദ്ധ സെബസ്ത്യാനോസ് അമ്പുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയത്? ശരീരത്തിന് വേദനയുണ്ടാകും, നഷ്ടം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതിനേക്കാൾ വലുതെന്തോ അവൻ കണ്ടിട്ടുണ്ട്. അതിന്റെ പേരാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്തൊക്കെ നേടിയാലും ക്രിസ്തുവിലുള്ള വിശ്വാസം നേടാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ, ഞാൻ 15 വർഷം കാറ്റിസം മുടങ്ങാതെ കൂടി എന്നതിൻ്റെ പേരിൽ ഒന്നും സംഭവിക്കില്ല. ദൈവം ഇടപെടില്ല. ദൈവം ഇടപെടുന്നത് ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ്. ഞാനൊരിക്കലെ പുറത്തായിരിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നു. അമ്മച്ചി എന്നോട് ചോദിച്ചു, അച്ഛൻ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് സംസാരിക്കാം. അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമാകുന്നില്ലെങ്കിലും ഞാൻ സംശയം ഉണ്ടാകുമ്പോൾ അവരെ തിരിച്ചു ചോദിക്കും. അപ്പം സാരെങ്ങനെയാണ്? എനിക്കൊരു മകളുണ്ട്. അവള് നല്ല കുട്ടിയാണ്, നല്ലോണം എന്താ പറയുക, സ്കൂളിലൊക്കെ ടോപ്പാണ്. അതുപോലെ തന്നെ പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് അവതരിപ്പിക്കും, നല്ല ആക്റ്റീവാണ്. അപ്പം നല്ല കാര്യമല്ല, പിന്നെ എന്താണ് ചേച്ചിയുടെ സങ്കടം? എന്താണ്? ഒറ്റ കാര്യമുള്ളൂ, അവള് പള്ളിയെ പോവില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കില്ല. ഈ ലോകത്തെ ഏറ്റവും നല്ല വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എൻ്റെ മോളാണെന്ന്. കാരണം അവള് ഒരു എന്താ പറയുക, മോശപ്പെട്ട ജീവിതവും അവളൊരു എന്താ പറയുക, ഒരു ദുർമാതൃക നൽകുന്ന ജീവിതം ഒന്നുമില്ല. പക്ഷെ അവള് പള്ളിയെ പോണില്ല. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, എന്താ കാരണം കണ്ടുകൊണ്ട്? എനിക്കൊന്നും കാരണം കിട്ടുന്നില്ല, ഒരു കാരണം കിട്ടുന്നില്ല. ഞാൻ വെറുതെ പുറകിലേക്ക് ചോദിച്ചു, ഇവള് ഇങ്ങനെ കാറ്റഗിസം അങ്ങനത്തെ ഇതിനൊക്കെ വന്നിരുന്നോ? കാറ്റഗിസത്തിനൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞയച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എന്നെ നിർബന്ധിച്ച് പഠിപ്പിക്കരുത്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ട്. അപ്പോൾ പറഞ്ഞു, ശരിയാണല്ലോ, അവൾ പറഞ്ഞത് ശരിയല്ലേ. വിശ്വാസം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ, ഒരാൾ സ്വന്തമായിട്ട് സ്വീകരിക്കേണ്ട കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ നിർബന്ധിച്ചില്ല. അവൾ വളർന്ന് വലുതായി. ഇപ്പം അവൾക്ക് വിശ്വാസം എന്ന് പറയുന്ന മേഖല ഇല്ല. ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി മോള് ഇങ്ങനെ ആരോഗ്യമൊക്കെ എങ്ങനെയാണ്? അവൾക്ക് നല്ല ആരോഗ്യമാണ്.
അതിപ്പോൾ ഇങ്ങനെ നല്ല ആരോഗ്യം ഉണ്ടാവാൻ കാരണം ഞാൻ സമയത്തൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞങ്ങൾക്ക് മോൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നെങ്കിൽ ചേച്ചിക്ക് കുഴപ്പമുണ്ടായിരുന്നു. അല്ല, അതെങ്ങനെ ഭക്ഷണം കൊടുക്കാതിരുന്ന അവൾ ആരോഗ്യം നശിക്കില്ലേ? അല്ല, അപ്പോൾ ചെറുപ്പത്തിലെ അവൾ ചോദിച്ചിട്ടുള്ള ഭക്ഷണം മാത്രം അവൾക്ക് കൊടുത്തിട്ടുള്ളൂ? അല്ലല്ല, അവൾക്ക് ആവശ്യമുള്ള, അവളുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസും പ്രോട്ടീനുമുള്ള ഭക്ഷണം ഞാൻ നന്നായി കൊടുക്കും. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനത് കൊടുത്തിരുന്നു. ശരീരത്തിന് വേണ്ട ആവശ്യമില്ലാത്ത, സ്വന്തം ആവശ്യമില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും കൊടുക്കുന്ന ഒരാള് ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട്, വിശ്വാസത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? നശിക്കാൻ പോകുന്ന ഈ ശരീരത്തിനോ ജീവിക്കേണ്ട ആത്മാവിനോ? സ്നേഹമുള്ളവരെ, നമ്മൾ കൊടുക്കുന്ന പരിഗണന പലപ്പോഴും നശിക്കാൻ പോകുന്ന പല കാര്യങ്ങൾ, അനശ്വരമായ വിശ്വാസത്തെയും ജീവിതത്തെയും പറ്റി ചിന്തിക്കാതെ നശ്വരമായ ലോകത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മുടെയും ജീവിതവും നമ്മുടെയും പരിശീലനങ്ങളും നമ്മുടെ കുടുംബാന്തരീക്ഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് കിട്ടേണ്ട കാര്യമാണ്. ഭക്ഷണത്തെക്കാൾ പ്രധാനമാണ് എന്തെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത്? വചനം. പക്ഷെ അത് കൊടുക്കാൻ മറന്നു. കാരണം അത് പ്രാധാന്യമല്ലെന്ന് ആര് തീരുമാനിച്ചു? അമ്മ തീരുമാനിച്ചു. കാരണം കുട്ടിക്ക് അത് ഇഷ്ടമല്ല. എന്നാൽ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കൊടുക്കും. കാരണം എന്താണ്? കുട്ടി നല്ല ആരോഗ്യവതിയായിട്ട് കാണപ്പെടണം, ആത്മീയമായ നല്ല ആരോഗ്യത്തിൽ വേണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. ശാരീരികമായ ആരോഗ്യം വേണം. സ്നേഹമുള്ളവരെ, നമുക്ക് തെറ്റുപറ്റുന്നത് ഇവിടെയാണ്. എന്താണ് വിശ്വാസം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. എന്താണ് വിശ്വാസത്തിന്റെ വില എന്ന് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കാനാൻകാരിയുടെ സംഭവം നമുക്കറിയാം. അവൾ വിശ്വാസമില്ലാത്തവളെന്ന് യഹൂദരുടെ മുമ്പിൽ വിളിക്കപ്പെടുന്നവളാണ്. കാനാൻകാരി, വിജാതീയ സ്ത്രീ. അവൾ കർത്താവിന് മുമ്പിൽ പിന്നാലെ നടന്നു. അവൾക്ക് കിട്ടിയത് കർത്താവിൽ നിന്ന് മുഴുവൻ അവഗണനയാണ്. അവളെ ചുരുക്കത്തിലെ മോശമായ രീതിയിൽ കർത്താവ് വിളിച്ചതുവരെ നമുക്ക് കാണാതില്ലേ? എന്നിട്ടും അവൾ കർത്താവിന്റെ പാദത്തിങ്കിൽ പറഞ്ഞു, എൻ്റെ മകളെ സുഖപ്പെടുത്തണം. കർത്താവ് തിരിഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. വിശ്വാസം വലുതാകുന്നിടത്താണ് ബാക്കി എല്ലാം വലുതാവുള്ളൂ. വിശ്വാസം വലുതാകുക. നമുക്ക് എന്ത് നഷ്ടങ്ങൾ ഉണ്ടാവട്ടെ, എന്റെ ശരീരം നശിക്കട്ടെ, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകട്ടെ, വിശ്വാസം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്കെല്ലാം ഉണ്ട്. കാരണം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്കുള്ള ഇടം എവിടെയാണ്? ദൈവപിതാവിന്റെ ഭവനമാണ്. അവിടെ എനിക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ വിശ്വാസം മാത്രമേ ഉപകരിക്കുള്ളൂ. എൻ്റെ കയ്യിലുള്ള സമ്പത്തോ എൻ്റെ കയ്യിലുള്ള കഴിവുകളോ ഒന്നും എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളായി നിലനിൽക്കും. എന്നേക്ക് നിലനിൽക്കുന്നത് കർത്താവിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ധ്യാനം കൂടി ഒരുപാട് വചനങ്ങൾ കേട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ കർത്താവിലുള്ള വിശ്വാസം ആഴപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ കുറേ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ നമുക്ക് ഉണ്ടാകും. തീർച്ചയായും നമ്മളോട് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്നായിരിക്കണം. അതിനുശേഷമേ മറ്റ് പ്രാർത്ഥനകൾ പാടുള്ളൂ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അവിടെ എൻ്റെ ജീവിതത്തിൻ്റെ 90% പ്രശ്നങ്ങളും തീരും. 90% പ്രശ്നങ്ങളും തീരും. പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നത് ഈ ആദ്യത്തെ വിശ്വാസം വർദ്ധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പരിശുദ്ധമയുടെയും വിശുദ്ധ ഔസേപിതാവിൻ്റെയും മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ അപാകതകൾ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവയെല്ലാം പരിഹരിക്കുവാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളുടെ കൂടെ അങ്ങയുടെ മാതാവായ പരിശുദ്ധ മറിയത്തെയും അങ്ങയുടെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപിതാവിനെയും അയക്കണമേ. പരിശുദ്ധമ്മയും വിശുദ്ധ ഔസേപിതാവും തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും മറികടന്നത് ഈശോയിലുള്ള വലിയ വിശ്വാസത്വം കൊണ്ടാണ്. എൻ്റെയും ജീവിതത്തിലെ പ്രതിസന്ധികളെ, ജീവിതത്തിലെ നിയോഗങ്ങളെ, ജീവിതത്തിലെ തിരിച്ചടികളെ, പരാജയങ്ങളെ, അതിനെല്ലാം നേരിടണമെങ്കിൽ എൻ്റെയും കയ്യിൽ കുറച്ച വിശ്വാസം, കാനാൻകാരി സ്ത്രീക്കുണ്ടായ വലിയ വിശ്വാസം ഉണ്ടാകണം. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.